Classification according to identifiability or traceability. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. കോസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് ബേസ് പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ 5 ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫാക്ടറി കോസ്റ്റ്, ദെൻ അഡ്മിനിസ്ട്രേഷൻ, സെല്ലിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഫിനാൻസ് കോസ്റ്റ്. ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയറിന്റെ ബേസിൽ കോസ്റ്റിനെ 4 ഡിവൈഡ് ചെയ്യുന്നു. ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ ആൻഡ് സ്റ്റെപ്പ് കോസ്റ്റ്. Then third base ആണ് classification according to identifiability or traceability. On the basis of identifiability or chargeability, costs are classified into two, direct and indirect cost. First one, direct cost. All costs which can be conveniently identified with a particular cost center or cost unit are known as direct cost. These are directly chargeable to a product, activity or department. Material used and labor employed in manufacturing product are common examples of direct cost. അപ്പോൾ എന്താ ഡയറക്റ്റ് കോസ്റ്റ് വെച്ചാൽ കോസ്റ്റ് നമുക്കൊരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് നേരിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റാണ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് യൂണിറ്റും ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടേമാണ്. കോസ്റ്റ് സെൻറ്റർ വെച്ചാൽ അല്ലെങ്കിൽ ഏത് പ്ലേസിൽ നിന്നാണോ കോസ്റ്റ് ഡിറൈവ് ചെയ്യുന്നത് അതാണ് എന്ന് പറയുന്നത് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോസ്റ്റ് സെൻറ്ററോ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റോ ആയിട്ട് നേരിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അല്ല കോസ്റ്റ്. അതായത് എന്താ പറയുക, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് അതിനാണ് ഇത് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് അതിൻ്റെ മെറ്റീരിയലും ദെൻ അതേപോലെ തന്നെ അതിൻ്റെ ലേബർ ചാർജും മാനുഫാക്ചറിങ്ങിൽ വരുന്ന ലേബർ ചാർജും എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ, ഇൻഡയറക്റ്റ് കോസ്റ്റ്. The cost which cannot be conveniently identified with a particular cost unit or cost center are known as indirect cost. ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ പ്രത്യേകത എന്താണ്, നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു കോസ്റ്റ് സെന്റർ ആയിട്ട് അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. These are common to number of cost units or cost centers. They are to be apportioned on a suitable basis. The total indirect cost is called overhead. Factory manager salary, factory rent, depreciation of machinery, etc. are bigger examples of indirect cost. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് നേരിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതൊന്നെങ്കിൽ ഒരു ടോട്ടൽ പ്രൊഡക്റ്റിന് കോമൺ ആയിട്ട് വരുന്നതായിരിക്കാം, അല്ലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കോമൺ ആയിട്ട് വരുന്ന ചാർജ് ആയിരിക്കും. ഒരു പ്രൊഡക്റ്റിന് നേരിട്ട് വരുന്ന എക്സ്പെൻസ് ആണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയാം. ഇൻഡയറക്റ്റ് കോസ്റ്റിന്റെ പ്രത്യേകത എന്താ, അത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റില്ല, കോമൺ ആയിട്ട് സംഭവിക്കുന്ന എക്സ്പെൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാനേജേഴ്സിന് സാലറി കൊടുക്കുന്നത്, അപ്പോൾ മാനേജേഴ്സിന്റെ സാലറി എന്ന് പറയുന്നത് അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതല്ല, ഒരു ബിസിനസിന്റെ ഫുൾ മാനേജ് ചെയ്യുന്നതിന് കൊടുക്കുന്ന എക്സ്പെൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ നമ്മളതൊരു സ്യൂട്ടബിൾ ബേസിസിൽ അത് എന്താക്കണം, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. പ്രൊഡക്റ്റിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബേസ് ഉപയോഗിച്ച് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാണ്ട് ഓവർഹെഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് കോസ്റ്റിന് നമ്മൾ വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, ഓവർഹെഡ് കോസ്റ്റ്. അപ്പോൾ ഇത്രയും ഇപ്പം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് നേരിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് പറയുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദേ ആർ കോമൺ ടു all അല്ലെ, എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആയിരിക്കും. ദെൻ ദേ ആർ അപ്പോർഷൻ ഓൺ എ സ്യൂട്ടബിൾ ബേസിസ്. ദെൻ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ഓവർഹെഡ്. ദെൻ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ട്രേസബിലിറ്റി ഓർ ഐഡന്റിഫയബിലിറ്റിന്റെ ബേസിസിൽ വരുന്നത്. ഏതൊക്കെയാണ് ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ദെൻ ഫോർത്ത് വൺ, ക്ലാസിഫിക്കേഷൻ ബൈ അസോസിയേഷൻ വിത്ത് എ ടൈം ആൻഡ് പീരീഡ്. Cost can also be classified on the basis of time and period. According to this, cost can be classified into historical cost, product cost, period cost, predetermined cost. Okay, അപ്പോൾ on the basis of time and period അല്ലേ, ടൈം ആൻഡ് പീരീഡ് അനുസരിച്ച് കോസ്റ്റിനെ 4 ഡിവൈഡ് ചെയ്യുന്നു. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പ്രൊഡക്റ്റ് കോസ്റ്റ്, പീരീഡ് കോസ്റ്റ്, പ്രീഡിറ്റർമിൻഡ് കോസ്റ്റ്. The historical cost, these are the costs which are incurred after the event take place. They are nothing but actual cost. Okay, ഒരു ഇവന്റ് ഒക്കർ ചെയ്തതിന് ശേഷം ഉള്ള കോസ്റ്റ്
അതിനാണ് എന്താ പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന്. അതായത് ആക്ച്വൽ കോസ്റ്റ് ആണ് എന്താ പറയുന്നത് ഹിസ്റ്റോറിക്കൽ. ആക്ച്വൽ കോസ്റ്റ് ഒക്കെ എങ്ങനെയാ നമ്മൾ നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കോസ്റ്റ് അല്ലെ. എന്തെങ്കിലും ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന കോസ്റ്റിനെയാണ് എന്താ പറയുന്നത് നടന്നു കഴിഞ്ഞാൽ. അതാണ് അവിടെ ഇമ്പോർട്ടൻസ്. അതായത് നമ്മളൊരു പർച്ചേസ് നടത്തി അതിന് പേയ്മെന്റ് കൊടുത്തു. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്താക്കി ഒരു പ്രൊഡക്റ്റ് മെറ്റീരിയൽ മേടിച്ചു, then അതിന്റെ ക്യാഷ് കൊടുത്തു. അതായത് അതൊരു ഇവന്റ് കഴിഞ്ഞു പോയാൽ അങ്ങനെയുള്ള കോസ്റ്റിനെ നമ്മൾ എന്ത് പറയുന്നു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഹാപ്പൻഡ് ഏർലിയർ അല്ലെ, നേരത്തെ കഴിഞ്ഞ കാര്യമാണ്. അതിന്റെ മുകളിൽ വരുന്ന കോസ്റ്റിനാണ് എന്താ പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആർ ദ കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ആഫ്റ്റർ ദി ഇവന്റ് ടേക്ക് പ്ലേസ്. ഓക്കെ, അതായത് ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാലേ അവിടെ എന്ത് വരുന്നുള്ളൂ കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ മെറ്റീരിയൽ മേടിച്ചാൽ അതിന്റെ എന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ക്യാഷ് കൊടുക്കേണ്ട. അപ്പൊ ഒരു മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് ആഫ്റ്റർ ദ ഇവന്റ് ടേക്ക് പ്ലേസ് ആണ്. ഓക്കെ, then second one ആണ് product cost. These are the costs which are directly associated with the product. These are the cost of making the finished product. Examples of product cost are direct material, direct labor and factory overhead. Thus these are manufacturing cost. Product cost എന്ന് വെച്ചാൽ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റ്. അതാണ് the cost which are directly associated with the product. ഓക്കെ, അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഫോർ മേക്കിംഗ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർഹെഡ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ് പ്രൊഡക്റ്റ് കോസ്റ്റിന് എക്സാമ്പിൾ ആണ്. Then next one, period cost. These are the costs charged as an expense in the profit and loss account of the period in which they are incurred. They are incurred on the basis of time. Generally, expenses of fixed nature like depreciation, rent, salaries, insurance, etc. are treated as a period cost. In short, period cost is the cost incurred in a period. It should noted that rent paid on office building is period cost, while rent paid on factory building is product cost. ഓക്കെ, അപ്പൊ എന്താ പീരീഡ് കോസ്റ്റ് പറയുന്നത് ദ കോസ്റ്റ് ചാർജ്ഡ് ആസ് എൻ എക്സ്പെൻസ് ഇൻ ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് ദ പീരീഡ് ഇൻ വിച്ച് ദേ ആർ ഇൻക്ലൂഡ്. അതായത് ഒരു പീരീഡിന്റെ ബേസിൽ വരുന്ന കോസ്റ്റ്. ഓക്കെ, അവിടെ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അതല്ല നോക്കുന്നത്. ഒരു സർട്ടൻ പീരീഡ് എത്തുമ്പോൾ നമ്മൾ അതിന് എന്ത് കൊടുക്കേണ്ടി വരും ഒരു കോസ്റ്റ് ഇൻകർ ആവും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ബിൽഡിംഗ് റെന്റിന് എടുത്തിരിക്കുക വിചാരിച്ചു. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ റെന്റ് നമ്മളിപ്പോൾ ഒരു വർഷമാകുമ്പോൾ അല്ലെ ഒരു 6 മാസം കൂടുമ്പോൾ കൊടുക്കാം. അപ്പൊ അവിടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നോക്കിയിട്ടല്ല എന്ത് കൊടുക്കുന്നത് ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുക്കുന്നത് അല്ലെ. ആ ഒരു പീരീഡ് എത്തുമ്പോഴാണ് നമ്മൾ അവിടെ എന്ത് വരുന്ന കോസ്റ്റ് വരുന്നത്. അങ്ങനെ വരുന്ന കോസ്റ്റിനാണ് എന്ന് പറയുന്നത് പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദേ ആർ ഇൻകേർഡ് ഓൺ ദ ബേസ് ഓഫ് ടൈം. ദെൻ അങ്ങനെയുള്ള എക്സ്പെൻസുകൾ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന കോസ്റ്റുകൾ നമ്മൾ എവിടെയാണ് കൺസിഡർ ചെയ്യുക പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതായത് ഏത് പീരീഡിലാണോ ഇൻകർ ചെയ്യുന്നത് ആ പീരീഡിൽ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യുന്ന കോസ്റ്റ് ആണ് എന്ന് പറയുന്നത് പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ജനറലി എക്സ്പെൻസ് ഓഫ് ഫിക്സഡ് നേച്ചർ ഏതൊക്കെ പറയുന്നത് ഡിപ്രീസിയേഷൻ, റെന്റ്, സാലറി, ഇൻഷുറൻസ് ഒക്കെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ റെന്റ് പെയ്ഡ് ഓൺ ഓഫീസ് ബിൽഡിംഗ് ഈസ് പീരിയഡ് കോസ്റ്റ് വൈൽ റെന്റ് പെയ്ഡ് ഓൺ ഫാക്ടറി ബിൽഡിംഗ് ഈസ് പ്രൊഡക്റ്റ് കോസ്റ്റ് ആണ്. അതായത് ഫാക്ടറി ബിൽഡിംഗ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ എന്തിനാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണല്ലോ. അപ്പൊ അങ്ങനെ ഫാക്ടറി ബിൽഡിങ്ങിൽ എടുക്കുന്ന റെന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ടും, ദെൻ ഓഫീസ് ബിൽഡിങ്ങിന്റെ റെന്റ് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യുന്നു പീരീഡ് കോസ്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. Okay, then fourth one, predetermined cost. It is the cost which is computed in advance of production. Predetermined cost വെച്ചാൽ ഡിറ്റർമിൻ ചെയ്യുക, നേരത്തെ മുൻകൂട്ടി നിശ്ചയം ചെയ്യുക അല്ലെ. അതായത് പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുമ്പേ അഡ്വാൻസ് ആയിട്ട് എത്ര കോസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന ഇതാണ് എന്താ പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് വിച്ച് ഈസ് കമ്പ്യൂട്ടഡ് ഇൻ അഡ്വാൻസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ. പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുന്നേ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന കോസ്റ്റ് അതിനാണ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. But these are the 4 classification according to time and period. Historical cost means the cost which incurred after the event take place, or it is an actual cost. Then product cost and the cost which are directly associated with the production. That means the cost for making the finished goods. Then third one, period cost. These are the
എക്സ്പെൻസസ് ചാർജ്ഡ് ഓൺ ടൈം ബേസിസ് അല്ലേ. ടൈം ബേസിസിൽ ചാർജ് ചെയ്യുന്ന എക്സ്പെൻസിനാണ് എന്ത് അല്ലെങ്കിൽ കോസ്റ്റിനാണ് എന്ത് പറയുന്നത് പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദേ ആർ ഡയറക്ട്ലി ചാർജ്ഡ് ടു ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് കൺസേൺഡ് പീരീഡ്. Then predetermined cost, the cost which is computed in advance of production അല്ലേ. കമ്പ്യൂട്ടഡ് ഇൻ അഡ്വാൻസ് ഓഫ് പ്രൊഡക്ഷൻ, അതാണ് എന്താ പറയുന്നത് പ്രീഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. Then last one ആണ് classification on the basis of managerial decision. Managerial decisionന്റെ മുകളിലുള്ള classification. അതിൽ ഫസ്റ്റ് വൺ ആണ് sunk cost. Sunk cost are historical or past cost. Sunk cost വെച്ചാൽ historical അല്ലെങ്കിൽ past cost. These are the costs which have already been incurred as a result of decision made in the past. Such a cost cannot be reversed or revised by future decision. These are not relevant for decision making. Investment in plant and machinery is an example of sunk cost. As soon as fixed cost is purchased, its cost is sunk. This is so because the amount invested in plant and machinery is sunk in the sense that the amount is irrecoverable or the division is irreversible. അപ്പോൾ എന്താ sunk cost? ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ പാസ്റ്റ് കോസ്റ്റിനാണ് എന്ന് പറയുന്നത് sunk cost എന്ന് പറയുന്നത്. sunk cost മീൻസ് ഹിസ്റ്റോറിക്കൽ ഓർ പാസ്റ്റ് കോസ്റ്റ്. ദാറ്റ് മീൻസ് ആ കോസ്റ്റ് ഓൾറെഡി ഇൻകർ ചെയ്തതാണ്, നേരത്തെ ഇൻകർ ചെയ്തത്, അത് നേരത്തെ എടുത്ത ഒരു ഡിസിഷന്റെ മുകളിൽ വന്നിട്ടുള്ള കോസ്റ്റാണ് എന്ത് പറയുന്നത് sunk cost എന്ന് പറയുന്നത്. ഓക്കെ, ദ കോസ്റ്റ് വിച്ച് ഹാവ് ഓൾറെഡി ഇൻകേർഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡിസിഷൻ മെയ്ഡ് ഇൻ പാസ്റ്റ്. ദെൻ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ് ഓർ ഇറിക്കവറബിൾ. അതായത് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്പം അതിന് എന്താക്കാൻ പറ്റില്ല, ഫ്യൂച്ചറിന് അതിന് റിവേഴ്സ് ചെയ്യാൻ, ആ ഡിസിഷൻ റിവൈസ് ചെയ്യാൻ ഒന്നും കഴിയില്ല. ബിക്കോസ് ദീസ് ആർ ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ്. അതായത് ഫിക്സഡ് അസറ്റ്സിലുള്ള എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അതിന് ഫിക്സഡ് അസറ്റ്സിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത് sunk cost എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് അസറ്റ്സിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂച്ചറിലായി ഒരു ഡിസിഷൻ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, പറ്റാത്തൊരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഓർ ഇറിക്കവറബിൾ ഡിസിഷൻ ആണ് അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിക്കാം, നിങ്ങളൊരു മെഷീനറി നമ്മുടെ ബിസിനസ്സിലേക്ക് വേണ്ടി മേടിക്കാം, പിന്നീട് ആ മെഷീനറി ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, നടക്കാത്ത കാര്യമാണ് അല്ലേ. നമ്മൾ മേടിച്ച് സെറ്റ് ചെയ്ത് പോയി, ദെൻ പിന്നീട് അത് ഡിസിഷൻ മാറ്റണം അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് ചേഞ്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ, നമ്മളവിടെ ഫുൾ പണ്ടത്തെ കോസ്റ്റ് അത് എന്താക്കണം, അതേപോലെ തന്നെ പുതിയ അല്ലെങ്കിൽ ആ കോസ്റ്റ് അവിടെ എന്താണ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി സെറ്റപ്പ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പൊ അങ്ങനെ നേരത്തെ പക്ഷെ ഈ ഒരു നമ്മൾ അതിൽ ചിലവാക്കിയ ഒരു എഫേർട്ട് അല്ലെങ്കിൽ കോസ്റ്റ് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ അതൊരു ഡിസിഷൻ റിവൈസ് ചെയ്യാനോ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റിനാണ് എന്ന് പറയുന്നത് sunk cost എന്ന് പറയാം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. Opportunity cost is the value of a benefit sacrificed in favor of an alternative course of action. It is the cost of the best alternative foregone. It is the value of benefit foregone when one decision alternative is selected over the another. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് വരുന്ന ടൈമിൽ ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് എന്താ പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് എന്താ പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുക, വാല്യൂ ഓഫ് ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് നമ്മളൊരു ഓൾട്ടർനേറ്റീവ് എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്തു, നമ്മുടെ മുന്നിൽ 3 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തു, ദെൻ പിന്നീട് വരുന്ന നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിന്റെ കോസ്റ്റിനെയാണ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. Okay, it is the cost of best alternative foregone. It is the value of benefit foregone when one decision of alternative is selected over the other. To be more clearly, when one alternative is chosen over the other, the possible benefit of lost from the rejected alternative is the opportunity cost of alternative chosen. Okay, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 3 ചോയ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ചോയ്സ് എടുത്തു, അപ്പം സെക്കൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവിന് നഷ്ടപ്പെടുന്നൊരു വാല്യൂ ഉണ്ടാവും അല്ലെ, നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് കൊണ്ട്. ആ നഷ്ടപ്പെടുന്ന വാല്യൂനെയാണ് നമ്മൾ എന്തായാലും പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ.
അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ് വരുമ്പോഴേ എന്ത് വരുള്ളൂ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നുള്ളൂ. എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റീസ് കോസ്റ്റ് വരുന്നത്, ഇതിൽ നിന്ന് നമ്മൾ 3 ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് നിന്ന് ഒരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഒക്കെ നമ്മൾ എന്താക്കേണ്ടി വരും, റിജക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിൽ ഉണ്ടാകുന്ന വാല്യൂ, കിട്ടേണ്ട ബെനിഫിറ്റിന്റെ കോസ്റ്റിനെയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടേണ്ട വാല്യൂയുടെ കോസ്റ്റിനെയാണ് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എക്സാം പറഞ്ഞിരിക്കുന്നത്, ഇഫ് എ ഓൺഡ് ബിൽഡിംഗ് ഈസ് പ്രപ്പോസ്ഡ് ടു ബി യൂസ്ഡ് ഫോർ എ ന്യൂ പ്രോജക്ട്, ദ ലൈക്ലി റെന്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് റെന്റഡ് ഔട്ട് is the opportunity cost. To conclude, we can think of opportunity cost as the opportunity lost. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത് ഒരാളൊരു ബിൽഡിംഗ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിൽഡിംഗ് ഒന്നെങ്കിൽ അയാൾക്ക് എന്താക്കുക, അയാളുടെ പ്രൊജക്റ്റിന് അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിലോ അയാൾക്കത് റെന്റിന് കൊടുക്കാം. അപ്പോൾ അയാളെ ബിസിനസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ആ റെന്റിന് കൊടുത്തിട്ട് കിട്ടുന്ന ഒരു വാല്യൂ അയാൾക്ക് അവിടെ എന്താവാണ്, നഷ്ടമാവാണ്. അതാണ് എന്ത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇനിയിപ്പോൾ അയാൾ റെന്റിന് കൊടുക്കുകയാണ്, ദെൻ അയാളെ ബിസിനസ്സിന് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടേണ്ട ബെനിഫിറ്റ് അയാൾ അവിടെ എന്താക്കാണ്, ലോസ് ആവാണ്. അപ്പൊ അതാണ് എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ തേർഡ് വൺ, ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് വെച്ചാൽ ദ ഡിഫറൻസ് ഇൻ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ബിറ്റ്വീൻ ടു ആൾട്ടർനേറ്റീവ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. In the words of AAA committee, differential cost is the increase or decrease in total cost or change in the specific elements of a cost that result in variation in operation. If a decision results in increase in cost, the differential cost is called incremental cost. If a decision results in decrease in cost, the differential cost is called a decremental cost. Okay, അപ്പോൾ എന്താ ഡിഫറൻഷ്യൽ കോസ്റ്റ്, ഡിഫറൻസസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ബിറ്റ്വീൻ ടു ഓൾട്ടർനേറ്റീവ് അല്ലേ, അതായത് രണ്ട് ഓൾട്ടർനേറ്റീവിലുള്ള ടോട്ടൽ കോസ്റ്റിന്റെ ഡിഫറൻസിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ട് ഓൾട്ടർനേറ്റീവ് ഉണ്ട്, അതിന്റെ ആ രണ്ട് ഓൾട്ടർനേറ്റീവിന്റെയും വരുന്ന അല്ലെങ്കിൽ രണ്ട് ഓൾട്ടർനേറ്റീവിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ് നമ്മുടെ ഡിഫറൻസിനെയാണ് എന്താ പറയുന്നത്, ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. AAA കമ്മിറ്റിയുടെ ഡെഫിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, ഡിഫറൻഷ്യൽ കോസ്റ്റ് ഈസ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ടോട്ടൽ കോസ്റ്റ് or change in specific element of cost that result from any variation in operation. അതായത് ഒന്നെങ്കിൽ എന്താക്കുക, ഡിഫറൻഷ്യൽ ഇൻക്രീസ് ഓർ ടോട്ടൽ കോസ്റ്റിൽ ഇൻക്രീസ് ഡിക്രീസ് വരിക, അല്ലെങ്കിൽ എന്താക്കുക, സ്പെസിഫിക് എലമെന്റ്സ്, കോസ്റ്റിന്റെ ഏതെങ്കിലും എലമെന്റ്സിൽ ചേഞ്ചസ് വരുന്നത് മൂലം എന്താക്കുക, അതിന്റെ കോസ്റ്റിൽ ചേഞ്ചസ് വരിക. ഓക്കെ, ഫ്രം എനി വേരിയേഷൻ ഇൻ ഓപ്പറേഷൻ, അതായത് ഏതെങ്കിലും ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് വേരിയേഷൻ നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ എന്താകുന്നത്, ഈ ഒരു കോസ്റ്റ് എലമെന്റ്സിൽ ചേഞ്ചസ് വരുന്നതും ദെൻ അതുവഴി അതിന്റെ ടോട്ടൽ കോസ്റ്റിൽ എന്ത് വരിക, വേരിയേഷൻ വരിക. അതിനാണ് എന്ത് പറയുന്നത്, ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഡിഫറൻഷ്യൽ കോസ്റ്റ് രണ്ട് രീതിയിലാണ്, ഇൻക്രിമെന്റൽ കോസ്റ്റും ഉണ്ട്, ഡിക്രിമെന്റൽ കോസ്റ്റും ഉണ്ട്. അതായത് ഒന്നെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്താവാ, കുറയാം, അല്ലെങ്കിൽ എന്താവാം, കൂടുന്ന അവസ്ഥ അല്ലെ. ഈ ഡിസിഷൻ മൂലം കോസ്റ്റ് ഇൻക്രീസ് ചെയ്തതാണെങ്കിൽ അതിനെന്ത് പറയുന്നു, ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നു. ഇഫ് എ ഡിസിഷൻ റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ കോസ്റ്റ്, അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് എടുക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് കുറഞ്ഞതാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയുന്നു, ഡിക്രിമെന്റൽ കോസ്റ്റ് എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഡിഫറൻഷ്യൽ കോസ്റ്റ് രണ്ട് തരത്തിലാണ്, ഇൻക്രിമെന്റൽ കോസ്റ്റ് ആൻഡ് ഡിക്രിമെന്റൽ കോസ്റ്റ്. ദെൻ ഫോർത്ത് വൺ, imputed cost. These are the hypothetical or notional cost. Hypothetical or notional. These are computed for decision making purpose. These costs are not actually incurred. These are expense which our entrepreneur paid to himself. These are not recorded in the books. Imputed costs are considered while making a decision. Examples of imputed costs are rent on owned building, salary of owner, interest on owned capital, loss of assets value due to inflation, etc. ഓക്കെ, അപ്പൊ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് വെച്ചാൽ ഹൈപ്പോത്തറ്റിക്കൽ ആണ് അല്ലെങ്കിൽ നോഷണൽ ആണ്, അതായത് അത് ആക്ച്വൽ ആയിട്ട് ഇൻകർ ചെയ്യുന്നില്ല. ദീസ് ആർ ദ കമ്പ്യൂട്ടഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. അത് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ദീസ് ആർ നോട്ട് ആൻ ആക്ച്വൽ കോസ്റ്റ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെ, ഇപ്പൊ എന്റർപ്രണർ എന്താക്കുന്ന, അയാളെ ബിൽഡിംഗ് തന്നെ എന്തിനു യൂസ് ചെയ്യുന്നു, ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ അയാൾ അതിന് റെന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. പക്ഷെ നമ്മൾ എന്താക്കുന്നു, ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ടൈമിൽ എന്റർപ്രണേഴ്സിന് റെന്റ് കൊടുക്കുന്നതായിട്ട് കൺസിഡർ, അല്ലെങ്കിൽ റെന്റും കൂടി എടുത്തുകൊണ്ടാണ് എന്താക്കുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വരുന്ന കോസ്റ്റിനാണ് എന്ത് പറയുന്നത്, ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആർ ദ കോസ്റ്റ് ദാറ്റ് ഇൻവോൾവ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇമ്മീഡിയറ്റ്ലി ഓർ ഇൻ ഫ്യൂച്ചർ. ഓക്കെ,
അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് വരുന്നുണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. Example, material cost, labor cost, repair and insurance, etc. are the examples of out of pocket. Depreciation in fixed assets and amortization of intangible assets are to be not involve any cash flow. Those they are not a out of pocket cost. അതായത് നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ എന്തായിരിക്കും, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആയിരിക്കും. പക്ഷെ ചില ഐറ്റംസിനൊന്നും എന്ത് വേണ്ടി വരില്ല, ക്യാഷ് കൊടുക്കേണ്ടി. അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇൻടാൻജിബിൾ അസറ്റ്സിന്റെ മുകളിൽ അമോർട്ടൈസേഷൻ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, നോട്ട് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആണ്. ഓക്കെ, അവിടെ നിന്ന് ക്യാഷ് നമ്മളെ പോക്കറ്റിൽ നിന്ന് പോകുന്നില്ല, അതായത് ക്യാഷ് നമ്മളെ പോക്കറ്റിൽ നിന്ന് പോകുന്നുണ്ട്, അങ്ങനെയുള്ള കോസ്റ്റ് എന്ന് പറയുന്നു ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നു. ദെൻ ഷട്ട് ഡൗൺ കോസ്റ്റ്. These are the costs which will be incurred even if the plant is closed down temporarily due to raw material shortage, labor problem, fall in demand, etc. Examples of rent, rate, depreciation, maintenance of plant, insurance of plant and machinery, interest on borrowed capital, salary of permanent staff, etc. ഷട്ട് ഡൗൺ കോസ്റ്റ് വെച്ചാൽ നമ്മൾ ചെറിയ എന്തെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് എന്താക്കുന്നു, പ്ലാന്റ് ക്ലോസ് ചെയ്യുന്നു. അതായത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നില്ല, ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യല്ല, ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ലേബർ ഇഷ്യൂസ് വന്ന്, ഓക്കെ, ഡിമാൻഡ് കുറവാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്താക്കും, ടെമ്പററി ആയിട്ട് എന്താക്കും, അതൊന്ന് പ്രൊഡക്ഷൻ ഒന്ന് നിർത്തിവെക്കും. എന്നിരുന്നാൽ പോലും ചില കോസ്റ്റുകൾ എന്താവും, ഓർഗനൈസേഷനിൽ ഇൻക്വയറി ചെയ്യും, അല്ലേ? അങ്ങനെയുള്ള കോസ്റ്റിനാണ് എന്താ പറയുന്നത്, ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ റെന്റ് കൊടുക്കേണ്ടി വരും, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടി വരും, പ്ലാന്റിന്റെ മെയിൻ്റനൻസ്, അല്ലെ, ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരും, അങ്ങനെയുള്ള കോസ്റ്റ് ടു ഇൻക്വയർ ഈവൺ ഇഫ് ദ പ്ലാന്റ് ഈസ് ഷട്ട് ഡൗൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് മാർജിനൽ കോസ്റ്റ്. ഇറ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് അഡീഷണൽ യൂണിറ്റ്. മാർജിനൽ കോസ്റ്റ് വെച്ചാൽ ഒന്നുമില്ല, ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന അഡീഷണൽ കോസ്റ്റിനാണ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. Then next one, conversion cost. It is the cost of converting raw material into finished goods. Thus, it is the total of direct labor cost, direct expenses, manufacturing overhead. It may be noted that conversion of cost excludes the cost of direct material. Okay, conversion cost. അതായത് മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവാൻ എടുക്കുന്ന കോസ്റ്റ് ആണ് എന്ന് പറയുന്നത് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. Okay, the cost for converting material into finished product. So it is the total of direct labor cost, direct expense, manufacturing overhead, അല്ലേ? then ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ എന്തെടുക്കില്ല, ഈ കൺവേർഷൻ കോസ്റ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് മെറ്റീരിയൽ കോസ്റ്റ്. അതുകൊണ്ടാ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാനുള്ള കോസ്റ്റ് ആണല്ലോ. സോ ഇൻ കൺവേർഷൻ കോസ്റ്റ് എക്സ്ക്ലൂഡ്സ് ദ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ ഒഴികെ ബാക്കിയുള്ള കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നു. എന്താക്കി മാറ്റുന്നതിന്, ഒരു മെറ്റീരിയൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിന്. Then last one, relevant cost. The cost which have direct influence on the decision making are called a relevant cost. These are the future costs that will change due to managerial decision. For each decision, the management must decide which costs are relevant. ഓക്കെ, അപ്പം നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള കോസ്റ്റിനാണ് എന്ന് പറയുന്നത് റിലവൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദിസ് കോസ്റ്റ് ആർ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ്, അല്ലേ? അതായത് ഇത് ഫ്യൂച്ചർ കോസ്റ്റ് ആയിരിക്കും അധികം എന്ത് റിലവൻറ്റ് കോസ്റ്റ് ആയിട്ട് വരിക. എന്താ വെച്ചാൽ നമുക്ക് ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ആയിരിക്കണം എന്ത് റിലവൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൽ വരുന്നത്. ഒരു എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ.